പിണറായി വിജയനും അതോടൊപ്പം തന്നെ LDF സർക്കാരിനും അനുകൂലമായ പ്രസ്താവനയുമായി സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ NSS കരയോഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് NSSനെയും അതിന്റെ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവരെ തെരുവിൽ നേരിടുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. 2018 കാലത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നതിന് പിന്നാലെ തന്നെ RSSും അതോടൊപ്പം തന്നെ BJP നേതാക്കളും കോൺഗ്രസും അടക്കം എല്ലാവരും ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ NSS മാത്രമായിരുന്നു ആ വിധിക്കെതിരെ രംഗത്ത് വരികയും പിന്നീട് നാം പന്തളത്ത് ഏറ്റവും വലിയ, ചിലപ്പോൾ കേരള ചരിത്രത്തിൽ പോലും ഒരു സംഘടനയ്ക്ക് ഇത്രയും വലിയൊരു പരിപാടി, സമര പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പന്തളത്ത് നാമജപ ഘോഷയാത്ര നടന്നത്. അത് NSSന്റെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷമായിരുന്നു BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ NSSന് പിന്തുണയുമായി പിന്നീട് അവർ സമരത്തിനിറങ്ങിയത്. അങ്ങനെ ആ സമയമെല്ലാം പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ NSS പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ നിരന്തരം പിണറായി വിജയനെതിരെ രംഗത്ത് വരികയും അന്ന് SNDPയും അതോടൊപ്പം തന്നെ KPMSും അടക്കമുള്ള ചില സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ പിണറായിക്ക് അനുകൂലമായി നിന്നു. അവിടെ സവർണ NSS പിണറായി വിജയനെ ആക്രമിക്കുകയാണ്, ഞങ്ങളുടെ പിന്തുണ പിണറായി വിജയനാണെന്ന് ചൂണ്ടിക്കാട്ടി അവരും പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അങ്ങനെ ഒരു കീരിയും പാമ്പുമായി നിന്ന NSSും അതോടൊപ്പം തന്നെ പിണറായിയും ഒന്നിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSSന്റെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ സുകുമാരൻ നായർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ചാനൽ അഭിമുഖത്തിൽ ഒരു റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ പിന്തുണ LDFനാണ്. അയ്യപ്പ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് LDFന് മാത്രമാണ്. LDFന്റെ ഭാഗത്ത് നിന്നും പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തങ്ങൾക്ക് ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസിനും BJPക്കും അവർക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒന്നിനു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നും സുകുമാരൻ നായർ പറയുന്നു. പണ്ട് സുകുമാരൻ നായർ ഇത്തരത്തിൽ നമുക്ക് ഇത് വോട്ട് ബാങ്കായി പരിശോധിച്ചാൽ എല്ലാ കാലത്തും ന്യൂനപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ നായർ സമുദായത്തിന്റെയും വോട്ട് കൃത്യമായി തന്നെ ലഭിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കുന്ന പാർട്ടി ഇടതുപക്ഷവും LDFുമാണ്. പിന്നീട് BJPയുടെ വളർച്ച ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, NSSന്റെ ശക്തി കേന്ദ്രങ്ങളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് BJPക്ക് വളർന്നു കയറാൻ കഴിഞ്ഞത് ഇത്തരം പിന്തുണ ഉള്ളത് കൊണ്ടാണ്. NSSന്റെ തുറന്ന പിന്തുണ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെയെല്ലാം വളർന്നു കയറാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോഴേക്കും കോൺഗ്രസിനാണ് തളർച്ച ഉണ്ടായത്. ഒരു കാലത്ത് BJPയുടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് BJP വളർന്നു കയറിയത് ഈ NSSന്റെ വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ NSS സമുദായത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കുമാണ്. അത് നാം മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. ഈ BJPയുമായി തർക്കിക്കുകയും ഈ സുരേഷ് ഗോപിയെ ഉൾപ്പെടെയുള്ളവരെ ഇറക്കി വിടുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് സുകുമാരൻ നായർക്കെതിരെ വലിയ രീതിയിൽ കരയോഗങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടായി. BJPക്ക് സ്വാധീനമുള്ള കരയോഗങ്ങളിൽ നിന്നും പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യമുണ്ട് സുകുമാരൻ നായർക്കെതിരെ. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇനിയും ഉണ്ടാക്കുക. സുകുമാരൻ നായർ പലരും പറയുന്ന NSSുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നത് ഈ തങ്ങളുടെ യോഗത്തിൽ ചർച്ച ചെയ്യാതെ, കമ്മിറ്റികളിൽ ചർച്ച ചെയ്യാതെ വ്യക്തിപരമായ ഒരു പ്രസ്താവന മാത്രമാണ് സുകുമാരൻ നായർ നടത്തിയതെന്നാണ് പലരും രംഗത്ത് വരുന്നത്. പക്ഷെ ലോട്ടറി അടിച്ചത് എന്തായാലും പിണറായി വിജയനാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇതിലൂടെ അദ്ദേഹത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായം BJP വിരോധം കൊണ്ട് UDFനോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ BJP CPM ബന്ധം ചൂണ്ടിക്കാട്ടി UDF വലിയ പ്രചരണം നടത്തുന്നുണ്ട്.
ഇത്തരം പല ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ വോട്ട് ലഭിച്ചത്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് SNDP, NSS-ഉം KPMS-ഉം ധീരവ സഭയും അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഹൈന്ദവ സംഘടനകളും പിണറായിക്ക് പിന്നിൽ അണിനിരക്കുകയും അതോടൊപ്പം തന്നെ പിണറായിക്ക് വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും. കാരണം 90-ലധികം സീറ്റുകളിൽ ഏത് പാർട്ടി വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ ഇന്നും ഇത്തരത്തിലെ ഹൈന്ദവ വിഭാഗത്തിന് കഴിയും. 90-ലധികം സീറ്റുകളിൽ. കാരണം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 14-ൽ 13 സീറ്റും LDF-നാണ് ലഭിച്ചത്. അതുപോലെ തന്നെ കൊല്ലത്തും, പത്തനംതിട്ടയിൽ 5 സീറ്റുകളും, കോട്ടയം, ആലപ്പുഴ, അങ്ങനെ എല്ലാ ജില്ലകളിലും, ഹൈന്ദവ ഭൂരിപക്ഷമുള്ള എല്ലാ ജില്ലകളിലും കൃത്യമായി കടന്നു കയറാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ആ പിന്തുണ വർദ്ധിക്കുകയാണ്. ആ പിന്തുണ വർദ്ധിച്ച് NSS, SNDP അടക്കമുള്ള എല്ലാ സമുദായ സംഘടനകളും LDF-ലേക്ക് കൂടിച്ചേരുകയാണ്. എന്തിനു പറയണം, ഈ പിണറായി വിജയനും അതോടൊപ്പം തന്നെ NSS തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു രൂപമാണല്ലോ നിർണായകമായ ഇലക്ഷൻ. 2021-ലെ ഇലക്ഷനിൽ സുകുമാരൻ നായരും മകളും ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പിണറായിക്കെതിരായ പ്രസ്താവനയാണ്. ഭക്തജനങ്ങൾക്കെതിരായി നിൽക്കുന്ന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചതോ, 2016-ൽ പിണറായി സർക്കാർ വിജയിച്ചത് 91 സീറ്റിലാണെങ്കിൽ ഇത് പറഞ്ഞ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 99 സീറ്റായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരിന് ഈ തങ്ങളുടെ സംഘടനയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അത് BJP-ക്കും അറിയാം, കോൺഗ്രസിനും അറിയാം. കാരണം ഈ NSS-ന്റെ വിഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് കോൺഗ്രസിനും BJP-ക്കുമാണ്. ഇനി അവരോട് ചർച്ച ചെയ്യാതെ ഒരു പ്രഖ്യാപനം അങ്ങനെ നടത്തുകയാണ്. ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് കൃത്യമായി ധാരണയില്ല. അതോടൊപ്പം തന്നെ BJP-ക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത്. BJP ഇതിനു വേണ്ടി എന്ത് ശ്രമം നടത്തി? ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ച തങ്ങളാണ്. സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലിനെ തന്നെ കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ എത്തിച്ചത് തങ്ങളാണ്. അങ്ങനെ അയ്യപ്പ പ്രക്ഷോഭ സമരകാലത്ത് എല്ലാത്തിൻ്റെയും തുടക്കവും അതിനുവേണ്ടി ആളും പണവും എല്ലാം നൽകിയത് തങ്ങളാണെന്നും സുകുമാരൻ നായർ പറയുന്നുണ്ട്. എന്തായാലും BJP പ്രവർത്തകരും RSS പ്രവർത്തകരും അടികൊണ്ടതും ജയിലിൽ കിടന്നതും ഒളിവിൽ പോയതും അത്തരത്തിൽ ഉറക്കമെണീച്ചിരുന്ന് ശബരിമലയിൽ കാവൽ നിന്നതെല്ലാം വെറുതെ ആയിരിക്കുകയാണ്. കാരണം സുകുമാരൻ നായർ എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. NSS ആണ് ഇതിന്റെ പിന്നിൽ, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം നമ്മളാണ്. ആ നമ്മൾ പിണറായി വിജയനെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ ഇപ്പോൾ ഒരു ഭക്തനായി മാറിയിരിക്കുകയാണ്. അതിന്റെ തെളിവുകൾ അയ്യപ്പ സംഗമകാലത്ത് കണ്ടിട്ടുണ്ടല്ലോ. പിണറായി വിജയന് വിഗ്രഹം സമ്മാനിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഓർത്തു നോക്കൂ, പണ്ട് ഈ അയ്യപ്പ പ്രക്ഷോഭ കാലത്ത് ഇദ്ദേഹം പ്രസംഗിക്കാനായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട മലയൻകീഴ് പ്രദേശത്ത് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആ ഉത്സവ സമയത്ത് പാട്ട് വയ്ക്കുകയാണ്, ഈ ഭക്തിഗാനം. അയ്യപ്പന്റെ പാട്ട് വച്ചതും ഇദ്ദേഹത്തിന് വിരളി പൂണ്ട് ഇദ്ദേഹത്തിന്റെ പരിവാരങ്ങളെ, ഭടന്മാരെ പറഞ്ഞു വിടുകയാണ്, അണയ്ക്കാൻ, അത് ഓഫ് ചെയ്യാൻ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നത് പോലും അലർജി ആയിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ അയ്യപ്പ വിഗ്രഹവും കയ്യിൽ ചൂടി നടക്കുന്നത്. അത് ആ മാറ്റം ഉള്ളത് കൊണ്ടോ, യുക്തിവാദിയിൽ നിന്നും ഭക്തിവാദിയായി മാറിയത് കൊണ്ടാണോ സുകുമാരൻ നായരുടെ പിന്തുണ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.